ചേട്ടാ ലിഫ്റ്റ് തരുമോ ചേട്ടാ? എങ്ങോട്ടാ? തൊട്ടപ്പുറം വരെ പോവാൻ. ആ കയറി. എന്താ പേര്? ബിനു ചേട്ടാ പേര്. എന്ത് ചെയ്യുന്നു? പോലീസിലാ ചേട്ടാ. കയറിയതേ ഉള്ളൂ. ഓ കുറച്ച് നേരത്തെ വരണ്ടായിരുന്നു. ലീവ് ഇപ്പോഴാണ് കിട്ടിയത്. ഓ അത് ശരി. ചേട്ടാ ചേട്ടാ ഇതാ വീട്. ആ ഇവിടെ നിർത്തിയേട്ടെ. എന്നാ ശരി, കാണാം. അയ്യോ പോവല്ലേ ചേട്ടാ, എന്തായാലും ഇവിടെ വരെ വന്നതല്ലേ, വീട്ടിലൊന്ന് കയറി. സമയമില്ലടേ, പോട്ടെ. അയ്യോ പോവല്ലേ ചേട്ടാ പ്ലീസ്, അച്ഛനകത്തുണ്ട്. എന്തായാലും ഇവിടെ വരെ വന്നതല്ലേ, അച്ഛനടുത്തൊന്ന് സംസാരിച്ചിട്ട്. സമയമില്ലടേ, അതുകൊണ്ടാ. അങ്ങനെ അങ്ങ് പോവാതെ ചേട്ടാ, എന്തായാലും ഇവിടെ വരെ വന്നതല്ലേ, അച്ഛനെ ഒന്ന് പരിചയപ്പെട്ടിട്ട് പോ ചേട്ടാ. ഇതൊരു ശല്യമായി. എന്തു ചേട്ടാ, ചേട്ടാ ഇപ്പൊ മനസ്സിൽ വിചാരിച്ചത് ഞാൻ ഒരു ശല്യമായെന്നല്ലേ? അങ്ങനെയൊന്നല്ലടേ, സമയമില്ലാത്തോണ്ടാ, അതുകൊണ്ട്. ഇറങ്ങി വാ ചേട്ടാ, ജസ്റ്റ് ഒന്ന് കണ്ടേച്ച് പോവാ. ആ ശരി, ഇയാൾ എത്ര നിർബന്ധിച്ചല്ലേ. ആ ചേട്ടാ അച്ഛനെ ഒന്ന് കണ്ടേക്കാം. അതിരിക്കട്ടെ, ഇവിടെ അച്ഛൻ മാത്രമേ ഉള്ളൂ? അതെ ചേട്ടാ, എനിക്ക് അച്ഛൻ മാത്രമേ ഉള്ളൂ. അമ്മയാണെങ്കിൽ കുഞ്ഞിലേ മരിച്ചു, അച്ഛനാണെങ്കിൽ സുഖമില്ലാതിരിക്കും. എന്തായാലും ഇവിടെ വരെ വന്നതല്ലേ, ഒന്ന് കേറിയിട്ട്. ഓ അത് ശരി, എന്നായിട്ട് അച്ഛനെ ഒന്ന് കണ്ടേക്കാം. ഇയാൾ അച്ഛനെ ഒന്ന് വിളിച്ചാട്ടെ. അതെ ചേട്ടാ. ആ എന്താ? ചെറിയൊരു പ്രശ്നമുണ്ട്. റിച്ചി ഒന്നിന് ശബരിമലയ്ക്ക് പോകാൻ അച്ഛൻ നിർബന്ധിച്ചതാ. ആ ഞാനാണെങ്കിൽ വാക്കും കൊടുത്തു. ഓ എനിക്ക് ലീവും കിട്ടിയില്ല, വരാനും പറ്റും. ഓ എന്തായാലും ചേട്ടനൊന്ന് വിളി, എന്റെ മോൻ കണ്ടാൽ അച്ഛൻ ദേഷ്യപ്പെടും. ഈ വന്ന കാലത്ത് ഇതുപോലുള്ള ചെറുപ്പക്കാരൊക്കെ ഉണ്ടോടെ? അപ്പൊ ശബരിമല നടക്കുന്നൊന്നും ഇയാൾ അറിയുന്നില്ലയോ? അതൊന്നും സാരമില്ല ചേട്ടാ, അതൊക്കെ അയ്യപ്പസ്വാമി നോക്കിയോളൂ. തെറ്റ് ചെയ്തവരെ ഒന്നും അയ്യപ്പസ്വാമി വെറുതെ വിടത്തില്ല. എന്തായാലും ചേട്ടാ അച്ഛനെ ഒന്ന് കഷ്ടം തന്നെ. ചേട്ടാ ചേട്ടാ ഇവിടെ ഉണ്ടോടെ? ഉണ്ട് ചേട്ടാ ഉണ്ട്. വിളി വിളി, അകത്തുണ്ട്. കഥ തുറക്കേട്ടാ. ആരാ? എന്താ വേണ്ടി? ചേട്ടാ ഞാൻ അല്പം ദൂരെ നിന്നാ. ഈ വഴി വന്നപ്പോൾ ചേട്ടൻ്റെ മോൻ വിനുവിനെ കണ്ടു. അവനൊരു ലിഫ്റ്റ് കൊടുത്തു, ഇവിടെ വിട്ടു. എൻ്റെ മോൻ വിനു? അതെ ചേട്ടാ, ചേട്ടൻ്റെ മോൻ വിനു തന്നെ. ആ പിന്നെ ചേട്ടാ, മോനോട് വിരോധം തോന്നല്ലേ. പോലീസിലല്ലേ ചേട്ടാ, അവർ ലീവ് കൊടുത്ത് കാണത്തില്ല. അതാവൻ വൃശ്ചി ഒന്നിന് വരാഞ്ഞതും മാലയിട്ട് മലയ്ക്ക് വാഞ്ഞതും ഒക്കെ കാര്യങ്ങളൊക്കെ അവൻ എന്നോട് പറഞ്ഞു. പിള്ളേരല്ലേ ചേട്ടാ, ഇട്ട കളയുന്നു. എൻ്റെ മോൻ വിനുവിൻ്റെ കാര്യം തന്നെയാണോ നിങ്ങൾ ഈ പറയുന്നത്? ചേട്ടൻ്റെ മോൻ വിനുവിൻ്റെ കാര്യം തന്നെയാ പറയുന്നത്. ആള് പേടിച്ച് നിൽക്കുക. ഞാൻ വിളിക്കാം. ഡേ വിനു, ഡേ വിനു, ഇപ്പുണ്ടായിരുന്നല്ലേ. മാറി നിൽക്കണ്ടേ, വാടേ. അച്ഛനോട് ഞാൻ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്, ഒരു പ്രശ്നവുമില്ല, വായാള്. നിങ്ങൾ ഈ പറയുന്ന വിനു ഈ ഇരിക്കുന്നതാണോ? സാറ് പറഞ്ഞതെല്ലാം ശരിയാ. എൻ്റെ ഒരേ ഒരു പോലായിരുന്നു വിനു. അവൻ ആഗ്രഹിച്ചതുപോലെ പോലീസിൽ ജോലിയും കിട്ടി. മലയ്ക്ക് പോവാൻ മലയിടാൻ വേണ്ടി വന്നതാ. ദൈവം അവനെ വീട്ടിലെത്തിച്ചില്ല സാർ. ചേട്ടാ 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 കരയാതെ ചേട്ടാ, കരയല്ലേ ചേട്ടാ. ഇതൊന്നും എനിക്കറിയത്തില്ലായിരുന്നു ചേട്ടാ. കരയാതെ ചേട്ടാ. എന്താ ചേട്ടാ ഇത്? എന്തിനാ ചേട്ടാ ഇതൊക്കെ? ഇതൊന്നും മനസ്സിലാവുന്നല്ലോ ചേട്ടാ. ചേട്ടാ ചേട്ടാ സാറ്, എനിക്കാരുമില്ല സാർ. ആദ്യം എൻ്റെ ഭാര്യ പോയി, ഇപ്പൊ മോനും പോയി. എന്റെ ദൈവം, ഞാൻ ആർക്ക് വേണ്ടിയാ സാറേ ജീവിക്കുക? കരയാതെ ചേട്ടാ, കരയല്ലേ. സാറ് പൊക്കോ സാറ്, ആർക്കും വേണ്ടാത്ത ഞാൻ എന്തിനാ ജീവിക്കുന്നത്? ഞാൻ എന്തിനാ ഇവിടെ വന്നത്? ആരാ എന്നെ ഇവിടെ കൊണ്ടുവന്നത്? ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ.
കരയല്ലേ ചേട്ടാ, കരയല്ലേ ചേട്ടാ, കരയല്ലേ, കരയാതെ ചേട്ടാ. എന്തെല്ലാം പ്രതീക്ഷകളായിരുന്നു. പുതിയ വീട് വെക്കണം, അച്ഛനെ നോക്കണം. കരയാതെ ചേട്ടാ. അയ്യപ്പ, അയ്യപ്പ സ്വാമി. ചേട്ടാ, ചേട്ടാ, ചേട്ടന്റെ മോൻ എങ്ങും പോയിട്ടില്ല. ചേട്ടന്റെ മോൻ ഇവിടൊക്കെ തന്നെയുണ്ട് ചേട്ടാ. അയ്യപ്പ, ചേട്ടാ, ചേട്ടന് അയ്യപ്പ സ്വാമിയുടെ അനുഗ്രഹമുണ്ട്. ഞാനുണ്ട് ചേട്ടാ. ചേട്ടാ, ചേട്ടൻ മരിക്കണ്ട ചേട്ടാ. ചേട്ടനെ ഞാൻ എന്റെ സഹോദരനെ പോലെ നോക്കിക്കോളാം. ചേട്ടൻ അയ്യപ്പ സ്വാമിയുടെ അനുഗ്രഹം. അയ്യപ്പ, അയ്യപ്പ. അയ്യപ്പ, 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 അയ്യപ്പ.